ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ പേസ്റ്റൊക്കെ കഴിഞ്ഞൊരു കാലിക്കവർ ഉണ്ടാവില്ലേ, അപ്പോൾ ഇത് നന്നായി തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി ഒരു കുനിൽ പോലെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഒട്ടും തന്നെ വെള്ളമായാലും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഓയിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ പുറത്ത് പോകില്ല കേട്ടോ. പുറത്ത് കളയുന്ന വേസ്റ്റ് കവർ കൊണ്ട് നമുക്ക് ഇതുപോലെ വളരെയധികം ഉപകാരമുണ്ട് കേട്ടോ. ഇനി അടുത്തതായി കുഞ്ഞുങ്ങളുടെയൊക്കെ ഇതുപോലെ സോക്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്ക് ഉണക്കാനിടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലൊരു ഹാങ്കർ എടുത്ത് നമ്മൾ പിന്നുകുത്തി ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ കാറ്റത്ത് പറന്നു പോകുകയുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണങ്ങിയും കിട്ടും. ഇനി അടുത്തതായി ഇതുപോലൊരു നമ്മൾ ഒഴിഞ്ഞ കവർ ഉണ്ടാവുമല്ലോ, ഓരോ സാധനങ്ങൾ മേടിച്ച കവർ, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രസ്സൊക്കെ ഇടുന്ന അഴയമേ ഇതൊന്ന് ക്ലിപ്പടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഡ്രസ്സുമൊക്കെ ഇടുന്ന ക്ലിപ്പുണ്ടല്ലോ, അത് ഇതിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ വീട്ടമ്മമാർക്ക് പറ്റിയ വളരെയധികം ഉപകാരമുള്ളൊരു ടിപ്സാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ കഴിഞ്ഞ സാധനങ്ങൾ ഇതുപോലെ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ, എന്നിട്ട് നമുക്ക് അടുക്കളയിൽ കാണുന്ന ഒരു ഭാഗത്ത് നമ്മളെപ്പോഴും നോക്കുന്ന ഒരു സ്ഥലത്ത് ഇത് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ സാധനങ്ങൾ ഓർത്ത് പെട്ടെന്ന് മേടിക്കാൻ പറ്റും. ഇതുപോലൊരു ഡബിൾ ടേപ്പ് പശയുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതി ഇടാവുന്നതാണ്. ഓർമ്മയില്ലാത്ത കുറച്ച് വീട്ടമ്മമാരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. ഇനി അടുത്തതായി ഇതുപോലെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പേപ്പർ കപ്പ് ഉണ്ടല്ലോ, ഇതുപോലെ നമുക്കിതൊന്ന് ഇതിൻ്റെ ബാക്ക് ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫോണൊക്കെ വെക്കാൻ വളരെയധികം ഉപകാരമാണ് കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കും അധികം വെയിറ്റുള്ള ഫോണൊന്നും വെക്കാൻ പറ്റില്ല എന്ന്, പക്ഷേ ഇത് നല്ലോണം വെയിറ്റ് താങ്ങും കേട്ടോ. നമുക്ക് വീഡിയോ കാണാനും അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് വീട്ടമ്മമാർക്ക് സിനിമ കാണാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന ഇതുപോലത്തെ പേപ്പർ കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഒരേ രീതിയിൽ തന്നെ അടക്കി ഒതുക്കി വെക്കാൻ സാധിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക് പാത്രം ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു കാർഡ്ബോർഡും പെട്ടിയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഓരോ ഇങ്ങനെ പാത്രത്തിൽ വേർതിരിച്ച് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓരോ ഐറ്റംസും നമുക്ക് ഇടുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തതായി നമ്മൾ തറയൊക്കെ തുടയ്ക്കുമ്പോൾ തറയ്ക്കൊക്കെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് തുടയ്ക്കുന്ന തുണിയിലേക്ക് കുറച്ച് വെള്ളത്തിനോടൊപ്പം തന്നെ കുറച്ച് കംഫർട്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെയധികം സ്മെല്ലായിരിക്കും കേട്ടോ. ഇനി അടുത്തതായി ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വാസലിൻ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ ജനാല, വാതിൽ, മരത്തിൻ്റെ ഏത് ഐറ്റംസും നമുക്ക് ഇതുകൊണ്ട് നമുക്കിതൊന്ന് പോളിഷ് ചെയ്തെടുക്കാം കേട്ടോ. വളരെയധികം മിനുസവും അതുപോലെ തന്നെ ഒരുപാട് നാൾ ഇത് കേടുകൂടാതെ മരങ്ങളൊക്കെ ഇരിക്കും കേട്ടോ. ചില സമയത്ത് നമ്മുടെ മരങ്ങളൊക്കെ ഉച്ചെത്തി പോകുന്ന പ്രശ്നം വരാറുണ്ട്, അത് ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഡ്രസ്സും ഇടുന്ന ക്ലിപ്പ് എടുത്ത് ഇതുപോലെ ഡബിൾ ടേപ്പ് വശ വെച്ച് അടുക്കളയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒഴിഞ്ഞ വെളിച്ചെണ്ണ കവറാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വെക്കും തോറും അതിനുള്ളിലുള്ള ഓരോ തുള്ളി വെളിച്ചെണ്ണയും നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ആണിയൊക്കെ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ വെച്ച് കീ ചെയിനോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് പിന്നൊക്കെ വളയിലാക്കി സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഇത് ഈ ക്ലിപ്പിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലൊരു പാത്രം നമുക്ക് ബേക്കറി സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേസ്റ്റാക്കി കളയണ്ട കേട്ടോ. ഇനി ഇതുപോലൊരു പപ്പടക്കോൽ എടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പാത്രം കഴുകുന്ന സൈഡിൽ വെക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ വേസ്റ്റ് പോലും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മുടെ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവില്ല. എത്ര തന്നെ വേസ്റ്റായാലും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലത്തെ കുപ്പിയുടെ മൂടിയൊന്നും കളയല്ലേ. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഡബിൾ ടേപ്പ് പശ ഒട്ടിച്ച് കൊടുത്ത് ചമ്മരമുളക് ഒട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഐഡൻറ്റി കാർഡ് ഒക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ചില റെൻറ്റ് വീട്ടിലൊക്കെ ആണി അടിക്കാൻ അവർ സമ്മതിക്കില്ല, അപ്പോൾ നമുക്കിതുപോലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും. അടുത്തതായി ഇവിടെ ഞാനൊരു കുപ്പിയിലേക്ക് 3/4 ഭാഗം വെള്ളം ചേർത്ത്
കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കംഫർട്ടും കൂടിയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ മൂടി ചെറിയ സൂചി വെച്ച് നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊഴിക്കുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ തേക്കുന്ന സമയത്ത് തുണികളിലൊക്കെ ഈ ചുളുങ്ങിയ ഭാഗത്തൊക്കെ ഇത് ഒഴിച്ച് തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് ആവുകയും ചെയ്യും. നല്ലൊരു സ്മെല്ലായിരിക്കും. അതേപോലെ പാത്രം കഴുകുന്ന സിങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെയധികം സ്മെല്ലായിരിക്കും കേട്ടോ. ഇനി ഇവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ പച്ചരി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് കുറച്ച് കംഫർട്ട് കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ബാത്റൂമിലോ അടുക്കളയിലൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായി നാളികേരം ഇതേപോലെ ഒന്ന് നമുക്ക് ഗ്യാസുമ്മൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇങ്ങനെ ചൂടാക്കിയെടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ നാളികേരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഈ കൊപ്ര നമുക്ക് വേഗം അടർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിൽ അടിച്ച് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചട്നിക്കും മീൻകറിക്കൊക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നാളികേരം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അടുത്തതായി നമ്മൾ ഇതേപോലെയൊക്കെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് വെക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് അറിയാറില്ല. അപ്പോൾ ഇതുപോലത്തെ പിന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി പിന്നില്ലെങ്കിലും ഇതുപോലെ ഇങ്ങനെ എടുത്ത് ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇനി അടുത്തതായി ഇതുപോലെ വെറുതെ കളയുന്ന ഇരുമ്പാമ്പുളി കൊണ്ട് നമുക്കൊരു അടിപൊളി ഡിഷ് വാഷ് തയ്യാറാക്കാം കേട്ടോ. ഇതുപോലെ കുക്കറിലേക്ക് ഇരുമ്പാമ്പുളിയും കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് ഒരു വിസിലടിക്കുക. ഇനി നന്നായി തന്നെ ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടീസ്പൂൺ തന്നെ സുർക്കയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി തന്നെ ഇത് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. ഇനി ഇത് ബാത്റൂം കഴുകാനും അതുപോലെ നമ്മുടെ കിച്ചണിലെ സിങ്കൊക്കെ കഴുകാനും വാഷ് ബേസിൻ ഇതൊക്കെ സൂപ്പറായി തന്നെ കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തതായി ഇതുപോലെ പേസ്റ്റ് കവറിലത്തെ പേസ്റ്റൊക്കെ നമുക്കൊരു വെള്ളത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ പേസ്റ്റ് വെള്ളം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ വെള്ളി ആഭരണങ്ങൾ ഉണ്ടാവുമല്ലോ, കുഞ്ഞുങ്ങളുടെ പാദസരമൊക്കെ നന്നായി തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. വളരെയധികം ഷൈനിങ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ കണ്ണാടൊക്കെ ഉണ്ടാവുമല്ലോ, കണ്ണാട അതുപോലെ നമ്മുടെ ടേബിളിൻ്റെ ഒക്കെ ചില്ല് ഗ്ലാസ്സൊക്കെ നല്ല അടിപൊളിയായി തന്നെ തിളങ്ങും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലത്തെ ഷോക്കേഴ്സൊക്കെ നന്നായി തന്നെ ക്ലീൻ ആവും കേട്ടോ. ഇനി നമ്മുടെ വീട്ടിൽ പഴയ ഗ്ലാസ് ഉണ്ടായിരിക്കുമല്ലോ, അതെടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ നമ്മുടെ ചിരട്ട ഉണ്ടാവുമല്ലോ, ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമുക്കിതുപോലെ ചന്ദനത്തിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇതിൻ്റെ വേസ്റ്റൊന്നും പുറത്ത് പോവില്ല കേട്ടോ. ഈ ചിരട്ടയിൽ തന്നെ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇരുന്നോളും. ഇനി വീട്ടമ്മമാരുടെ ഒരു മെയിൻ പ്രശ്നമാണ് ഇതുപോലെ കുക്കറിൻ്റെ സ്ക്രൂ അഴിയുന്നത്. നമ്മുടെ ഗുളികയുടെ ഒക്കെ കവറുണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ മുകൾ ഭാഗത്തെ ആ സിൽവർ പോലത്തെ നമ്മൾ കളയുന്ന ഭാഗമുണ്ടല്ലോ, അതിൻ്റെ മുകളിലായി ഒരു ഹോളിട്ട് കൊടുത്ത് നമ്മൾ സ്ക്രൂ ഉറപ്പിക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് സ്ക്രൂ അഴയുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കുറേ നാൾ സ്ക്രൂ അഴയാതെ തന്നെ നമുക്ക് കുക്കർ ഇരിക്കും കേട്ടോ. ഇനി ഇതുപോലൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. വളരെയധികം യൂസ്ഫുള്ളായ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. നല്ല കട്ട തൈര് കിട്ടാൻ വേണ്ടി നമുക്ക് ഉറൊഴിക്കാൻ തൈരില്ലെങ്കിലും ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇളം ചൂടുള്ള പാലെടുക്കുക. അതിലേക്ക് ഇതുപോലെ വറ്റൽ മുളകിൻ്റെ ഈ മുകൾ ഭാഗത്തെ നട്ടുണ്ടല്ലോ, അത് ഇതുപോലെ നമുക്ക് ഇതിലേക്കൊന്ന് ഒടിച്ചിട്ടെടുക്കാം. ഒരു 6-7 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കൈ മുക്കുമ്പോൾ ഒരു ചെറിയ ചൂട് നമ്മുടെ കൈക്ക് അനുഭവപ്പെടണം. ആ ഒരു ടൈപ്പിൽ വേണം കേട്ടോ നമുക്ക് പാലെടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ ഇത് ചെയ്ത് കൊടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. രാത്രി ഇതുപോലെ വെച്ച് ഒന്ന് മൂടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ പാല് ഇരിക്കുക. ഇനി ഇതിൽ നിന്നും നമ്മുടെ ഈ വറ്റൽ മുളകിൻ്റെ നട്ടൊക്കെ നമുക്ക് തോന്നുന്നു മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലായി നിൽക്കുന്ന ഈ പാലിൻ്റെ പാട പോലത്തെ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട തൈരിനി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തെ കട്ടിയുള്ള പാലിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ വെള്ളമൊന്നുമില്ലാതെ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 ടീസ്പൂൺ ഇതുപോലെ മുകൾ ഭാഗത്തെ ഈ പാലിൻ്റെ കട്ടിയുള്ള ഭാഗം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉറൊഴിക്കാനുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലും കുറച്ചൊന്ന് ഒരു ഇളം ചൂടിൽ തന്നെ എടുക്കണേ. ഇനി ഇതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കാം.
ഒരു 5-8 മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ലോണം നമുക്ക് തൈര് സെറ്റായി കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കട്ട തൈരായിട്ട് നമുക്ക് കിട്ടുക. ഇനി ഒഴിക്കാൻ കട്ട തൈര് കിട്ടിയില്ലെങ്കിലും ഇതുപോലെ വറ്റൽ മുളകിൻ്റെ ഈ നെട്ട് ഉപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളി തൈര് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ അധികം പുളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് കുറച്ച് നേരം കൂടി പുറത്ത് വെക്കുകയാണെങ്കിൽ നല്ല പുളിയുള്ള തൈരായിട്ട് വരും. ഇനി നമുക്ക് അത്യാവശ്യത്തിനുള്ള പുളി ആയതിനു ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ സിമ്പിളായി തന്നെ നമ്മൾ കട്ട തൈര് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്